സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു നിരീക്ഷണവും കേരള ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വ്യതിചലനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ജഡ്ജിമാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിരമിച്ചാൽ ഉടൻ സർക്കാർ പദവികൾ സ്വീകരിക്കുന്നതും നീതിന്യായ കോടതികളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞത്. കേരള തീരത്ത് ലൈബീരിയൻ ചരക്കുകപ്പൽ മുങ്ങിയതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നുമാണ് ഹൈക്കോടതി ബെഞ്ചിന്റെ നിർദ്ദേശം. ജനങ്ങളുടേതായിരിക്കേണ്ട ജനാധിപത്യ അവകാശങ്ങൾ ഭരണകൂടങ്ങൾ അല്പാൽപമായി കൈവശപ്പെടുത്തുന്നതിനെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രലോഭനങ്ങളിലൂടെ വശീകരിക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾക്ക് ജുഡീഷ്യറി വഴങ്ങുന്നെന്ന ചിന്ത പോലും ഒഴിവാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നതായി നിരീക്ഷിക്കാം. ഭരണകർത്താക്കളും ന്യായാധിപരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. സുപ്രീം കോടതി ജഡ്ജി BR ഗവായിയുടെ അഭിപ്രായം ഉയർന്നത് ലണ്ടനിൽ ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലെയും ജഡ്ജിമാർ പങ്കെടുത്ത UK സുപ്രീം കോടതി ചർച്ചയിലാണ്. ജുഡീഷ്യൽ സ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ മേധാവിത്വം, കോടതി നടപടികളുടെ തത്സമയ സംരക്ഷണം, സോഷ്യൽ മീഡിയയുടെയും വർദ്ധിച്ചു വരുന്ന പൊതുജന നിരീക്ഷണത്തിന്റെയും യുഗത്തിൽ ജുഡീഷ്യറിയുടെ വികസിതമാകുന്ന പങ്ക് തുടങ്ങിയ സങ്കീർണ വിഷയങ്ങളായിരുന്നു ചർച്ചയ്ക്കെടുത്തത്. എല്ലാം ഗൗരവമുള്ള വിഷയങ്ങളായിരുന്നെങ്കിലും ജഡ്ജിമാരുടെ അധികാര പങ്കാളിത്തത്തെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അഭിപ്രായം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടി. വിരമിച്ചയുടനെ ജഡ്ജിമാർ സർക്കാർ പദവി സ്വീകരിക്കുന്നതും രാജിവെച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അത്തരം രീതികൾ ഗൗരവമായ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിരമിച്ച ശേഷമുള്ള പദവികൾക്ക് വേണ്ടി ന്യായാധിപരായിരുന്ന കാലത്ത് ജഡ്ജിമാർ തീരുമാനമെടുത്തിട്ടുണ്ടാകുമെന്ന പൊതുബോധം രൂപപ്പെടാൻ ഇത് വഴിതെളിക്കും. ഇത്തരം ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് വിരമിച്ച ശേഷം സർക്കാർ പദവികൾ ഒന്നും വേണ്ടെന്ന് താനും സഹപ്രവർത്തകരിൽ ചിലരും തീരുമാനിച്ചത്. ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള കൊളീജിയം വിമർശനത്തിന് അതീതമല്ല. എന്നാൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടാകരുത് മറ്റൊരു സംവിധാനം കൊണ്ടുവരുന്നത്. ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് ജഡ്ജിമാർ സ്വതന്ത്രരായിരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്തും ജഡ്ജിമാർ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത് വർദ്ധിച്ച രീതിയിലാകുകയും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നവരുടെ മുൻകാല വിധികൾ വിമർശിക്കപ്പെടുകയും ചെയ്തതോടെയാണ് ചിലതെങ്കിലും വിവാദമായത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്ന P സദാശിവം, രഞ്ജൻ ഗൊഗോയ്, ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതികളിൽ ജഡ്ജിയുമായിരുന്ന ജസ്റ്റിസ് അരുൺ മിശ്ര, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്ന S അബ്ദുൽ നസീർ തുടങ്ങിയവർ വിരമിച്ച ശേഷം സർക്കാരിൽ വിവിധ പദവികൾ സ്വീകരിച്ചിരുന്നു. മലയാളിയായ മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ വിരമിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ആയിരിക്കെ രാജിവെച്ച അഭിജിത് ഗാംഗോപാധ്യായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചു. രംഗനാഥ് മിശ്ര, ബഹാറുൽ ഇസ്ലാം എന്നിവർ മുമ്പ് കോൺഗ്രസിന്റെ അംഗങ്ങളായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഭരണകർത്താക്കളും ന്യായാധിപരും ഒരുപോലെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ എന്ന് ആക്ഷേപിക്കപ്പെടാനിടയുള്ള ഇത്തരം ക്രിയകളിൽ ഏർപ്പെടുന്നവർ പിൻവാങ്ങുമോ എന്ന് അറിയില്ല. പക്ഷേ നിഷ്പക്ഷമതികളും എന്ത് ചെയ്യണമെന്ന് സന്ദേഹമുള്ളവരും തിരുത്താൻ തയ്യാറുള്ളവരുമൊക്കെ ഇത്തരം വിമർശനങ്ങളെ തങ്ങളുടെ തീരുമാനങ്ങൾക്കുള്ള മൂല്യാധിഷ്ഠിത മാനദണ്ഡങ്ങളായി സ്വീകരിക്കും. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി നിർദ്ദേശവും ജനാധിപത്യ സന്ദേശമാണ്. കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ കടലിൽ കലർന്നാൽ കടലിലും തീരത്തും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും 2 ആഴ്ചയ്ക്കകം ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് TN പ്രതാപന്റെ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിവരാവകാശ നിയമം ഇല്ലായിരുന്നെങ്കിൽ ഭരണകൂട ഉദ്യോഗസ്ഥ ചെയ്തികളുടെ അവർ തന്നെ തിരുത്തിയ ഭാഷ്യങ്ങളെ ജനങ്ങൾക്ക് വായിക്കാനാകുമായിരുന്നുള്ളൂ. വ്യക്തിപരമോ വ്യക്തിഹത്യാപരമോ അല്ലാത്ത വിവരങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമില്ലെന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിൽ പലതും മറച്ചു വെക്കുന്നുണ്ട് എന്നേ അർത്ഥമുള്ളൂ. അത് ജനങ്ങളുടെ അല്ല, ഭരിക്കുന്നവരുടെ ആധിപത്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ ആവശ്യം ഈ പശ്ചാത്തലത്തിൽ പ്രാധാന്യമുള്ളതാണ്. വിദേശ രാജ്യങ്ങൾക്ക് മുമ്പ് സ്വന്തം പാർലമെന്റിൽ ആദ്യം വിശദീകരിച്ചിരുന്നെങ്കിൽ അത് നൽകുന്ന സന്ദേശം നമ്മുടെ ജനാധിപത്യത്തിന്റെ സുതാര്യതയെ കൂടുതൽ വെളിപ്പെടുത്തുമായിരുന്നു. ജനാധിപത്യം കാലാനുസൃതമായി പുതുക്കുന്നില്ലെങ്കിൽ അത് പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കില്ല. മറച്ചു വെക്കുന്നിടത്ത് സുതാര്യതയില്ല. ടിക്കറ്റിന്റെ പണം ബാക്കി തന്നിരുന്നെങ്കിൽ തനിക്ക് മറ്റെന്തെങ്കിലും ആലോചിക്കാമായിരുന്നു എന്ന് യാത്രക്കാരൻ ബസ് കണ്ടക്ടറോട് പറയുന്ന ഒരു സമൂഹ മാധ്യമ കുറിപ്പുണ്ട്. അതുപോലെ കപ്പലിൽ എന്തുണ്ടെന്നതും അതിന്റെ പ്രത്യാഘാതങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്നും പറഞ്ഞു കുഴയേണ്ട ആവശ്യം സർക്കാരിനും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കും ഇല്ലാതാകും. നിഷ്പക്ഷമായി നീതി നടപ്പാക്കേണ്ട ന്യായാധിപന്മാർ പാർട്ടി പ്രവർത്തകരോ ഔദാര്യം സ്വീകരിക്കുന്നവരോ അല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഭരണകൂടം ദുഷിച്ചോ എന്ന സംശയം ഉണ്ടാകുമ്പോഴൊക്കെ അവസാന ആശ്രയം എന്ന നിലയിൽ കോടതികളിലേക്ക് നോക്കുന്ന ജനത്തിന് ആശ്വാസമാകും. ഭരണകൂടത്തിലെ പങ്കല്ല, ജനാധിപത്യത്തിലെ പങ്കാണ് കോടതികൾ ഉറപ്പാക്കേണ്ടത്. ഭരിക്കുന്നവരോ നീതിന്യായ വ്യവസ്ഥയെ വിലക്കെടുക്കാൻ ശ്രമിച്ച് സ്വയം ഇരുട്ടത്തേക്ക് മാറി നിൽക്കുകയും അരുത്.